ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നൂർ വന്നെഴുതി ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട്. അപ്പോൾ നമ്മളൊരു പുതിയ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസാണ്. അത് ഏറെക്കുറെ തെറ്റില്ലാതെ വർക്ക് ചെയ്യുന്ന രണ്ട് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസാണ്. നമുക്കൊക്കെ അറിയാം, പ്രൈസ് ആക്ഷൻ ഇസ് ദ കിങ് എന്നാണ് പറയുക. പ്രൈസ് ആക്ഷനാണ് ഈ മറ്റേ ഇതിലൊക്കെ അപേക്ഷിച്ചിട്ട് ക്യാൻഡിൽ പാറ്റേൺ, ചാർട്ട് പാറ്റേൺ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതേപോലെ തന്നെ മൂവിങ് ആവറേജസ്, പിന്നെ ബോളിഞ്ചർ ബാൻഡ്, അങ്ങനെ കുറേ സൂപ്പർ ട്രെൻഡ്, കുറേ മെത്തേഡുകളുണ്ട്. ഇതിനൊക്കെ അപേക്ഷിച്ച് RSI ഇതിൽ നമുക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള്, തത്സമയം ഉപയോഗിക്കാൻ പറ്റുന്ന, മറ്റുള്ളത് പലതും വളരെ ഡിലേഡാണ്, തത്സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷനിൽ രണ്ട് സാധ്യതയുള്ള ഇതാണ് നമ്മൾ പറയുന്നത്. അതായത് ആദ്യം നമ്മൾ പറയുന്നത് വെഡ്ജസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വെഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാത്തവരുണ്ടാവും. ഈ വെഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ലെവലിൽ എത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും തുടർന്ന് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ വെഡ്ജസ് അതെങ്ങനെ സാധ്യമാകും, അപ്പോൾ അതിൻ്റെ മെത്തേഡുകൾ എന്താണ് ടെക്നിക്ക്. അപ്പോൾ അതായത് നമ്മൾ ആദ്യമേ പറയട്ടെ, നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ സ്റ്റോക്കുകൾ വാങ്ങാനോ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ന മാതിരി ട്രേഡ് എടുക്കണമെന്നുള്ള സജഷൻസ് ഒന്നുമില്ല. നിങ്ങളുടെ ബ്രോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യണമെന്നാണ് പറയുള്ളത്. പക്ഷേ നമ്മളുടെ കുറേ കാലത്തെ പഠനങ്ങൾ കൊണ്ട്, ഏകദേശം 10-20 വർഷത്തിലധികമായിട്ടുള്ള പഠനങ്ങൾ കൊണ്ട് ICICI, സിറോദ, പിന്നെ DBFS ഇവരൊക്കെ ആയിട്ടുള്ള ക്ലബ് ചെയ്തിട്ടുള്ള സ്റ്റഡി, അതുപോലെ തന്നെ NSC അക്കാദമിയിൽ നിന്നുള്ള ഈ ചാർട്ട് പാറ്റേൺ, ടെക്നിക്കൽ അനാലിസിസ്, ഇങ്ങനെ കുറേ 4-5 സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്, പോർട്ട്ഫോളിയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഗുണകരമാവും. അപ്പോൾ ഈ നമ്മൾ ആദ്യം പറയുന്നത് വെഡ്ജസിനെ കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഫാളിംഗ് വെഡ്ജിനെ കുറിച്ച് നമുക്ക് പറയാം. ഫാളിംഗ് വെഡ്ജ് എന്ന് പറയുമ്പോൾ, ഫാളിംഗ് വെഡ്ജ് എന്ന് പറയുമ്പോൾ പേര് കേട്ടാൽ വിചാരിക്കും ഇത് ഫാൾ ചെയ്ത് താഴോട്ട് വരാൻ പോകണമെന്നാണല്ലോ. അങ്ങനെയല്ല, ഈ കണ്ടിന്യൂസ് പാറ്റേൺ ആണ് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ചാർട്ട് പാറ്റേണിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ബുള്ളിഷാണത്. ഈ ഫാളിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ പേര് ഫാളിംഗ് ആണെങ്കിലും ബുള്ളിഷാണത്. അപ്പോൾ അതായത് ഒരു റൈസിങ് ട്രെൻഡ് ഉണ്ടായിട്ട്, ഒരു റൈസിങ് ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഒരു നിശ്ചിത തലത്തിൽ എത്തുമ്പോൾ അത് നിൽക്കും. ആ ഒരു ലെവലിൽ എത്തിയിട്ട് നിൽക്കുമ്പോൾ അത് റെഡ് ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങും. ഈ റെഡ് ക്യാൻഡിൽസ് ഇത്തിരി വലിയ റെഡ് ക്യാൻഡിൽസ് ഉണ്ടാക്കും. ഈ റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് മനസ്സിലാക്കണം, അതൊരു എന്തോ ഒരു ചലനം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ റിവേഴ്സ് വരും, അതല്ലെങ്കിൽ ഈ വെഡ്ജസ് രൂപപ്പെടാം. എങ്ങനെ വെഡ്ജസ് രൂപപ്പെടുന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനതിന് ചാർട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് ചാർട്ടിലൂടെ തന്നെ, അതുപോലെ തന്നെ ഈ മറ്റേ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലൂടെയൊക്കെ നമുക്ക് അതിൽ പോയിട്ട് നോക്കാൻ കഴിയും. ഏതൊരു കമ്പനികളൊക്കെ ഇതുപോലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ അല്ലെങ്കിൽ ചാർട്ടിൽ എന്തായാലും കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ ഡൗൺ ട്രെൻഡ് തുടങ്ങുമ്പോൾ, ഒരു കറക്ഷന് വേണ്ടി ഡൗൺ ട്രെൻഡ് തുടങ്ങിയായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ താഴോട്ട് വന്ന് പിന്നെ മുകളിലേക്ക് കയറി താഴോട്ട് വന്ന്, അപ്പോൾ ഹൈ ആണ് സാധാരണ ഉണ്ടാവുന്നത്. ഹൈ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിങ്ങനെ ചുരുങ്ങുന്നുണ്ട്. താഴോട്ട് ആദ്യം ഉണ്ടാക്കിയ ഹൈൻ്റെ അത്ര തന്നെ ഉണ്ടാവില്ല രണ്ടാമത് ഉണ്ടാക്കുന്ന ഹൈ. അപ്പം അടുത്ത ഹൈ അതിലും കുറവായിരിക്കും. അതേസമയം തന്നെ ഈ ലോവർ ഹൈ കൂടുന്നില്ല. ലോവർ ഹൈ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു ലെവലിൽ തന്നെ അങ്ങോട്ട് താഴോട്ട് പോവുക ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ താഴോട്ട് കുറച്ചുകൂടി വന്നേക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 2 ലൈനുകൾ വരച്ചിട്ട്, 2 രേഖകൾ വരച്ച് നോക്കുമ്പോൾ, ഈ രേഖകൾ ഇങ്ങനെ സമാന്തരമായിട്ട് വരയ്ക്കരുത്. ഏറെക്കുറെ ത്രികോണാകൃതിയിൽ, ഇടതുഭാഗത്തുള്ളത് നമ്മൾ അവിടെ ഒരു ഇത് വരയ്ക്കുന്നില്ല. ബാക്കി 2 ലൈനാണ്, ഒരു 2 ലൈൻ മാത്രമാണ് ഒരു ത്രികോണാകൃതിയുടെ 2 ലൈന് മാത്രമേ ഉള്ളൂ എന്ന് കൂട്ടാം. ഇടതുഭാഗത്തിൽ ലൈനില്ല, മുകളിലും താഴെയുള്ള ലൈൻ. ഈ 2 ലൈനുകളും ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഒരറ്റത്തേക്ക് ഈ രണ്ടും കൂടി മുട്ടാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഈ മുട്ടാൻ വരെ കാത്തിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മുമ്പായിട്ട് തന്നെ 2-3 തവണ, സ്വാഭാവികമായിട്ടും 3 തവണയ്ക്ക് അത് ആവർത്തിക്കുന്നത്. ഫസ്റ്റ് താഴോട്ട് വരാൻ തുടങ്ങി, അടുത്തത് അതിനെ കൂട്ടിയും താഴേക്കൂടെ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ വെഡ്ജ് രൂപത്തിൽ താഴോട്ട് വന്ന് വേണം. ഈ
ഹൈ ആണ് വരേണ്ടത്. ഈ ഹയർ ഹൈ ലോ ആയിട്ടാണ് വരുന്നത്. ഹയർ ഹൈ ലോ ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ രണ്ട് ഈ രേഖകളിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അടുത്തടുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊമെൻറ്റം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അതിങ്ങനെ അറ്റത്തേക്ക് ചുരുങ്ങി ചുരുങ്ങി വളരെ ചുരുങ്ങി വരും. പെട്ടെന്നൊരു ബ്രേക്കൗട്ട് ഉണ്ടാവും. പെട്ടെന്നൊരു ബ്രേക്കൗട്ട് ഒരു ഹൈ ക്യാൻഡിൽ വന്നിട്ട് ഹൈ വോളിയത്തിൽ ഒരു ക്യാൻഡിൽ. ഇപ്പം നമ്മൾ ഈ ഫോളിംഗ് വെഡ്ജസിനെ കുറിച്ചാണല്ലോ പറയുന്നത്, കണ്ടിന്യൂ ആയിട്ടുള്ള ഫോളിംഗ് വെഡ്ജസ്. അപ്പോൾ ആ ഒരു ബുള്ളിഷ് ലെവൽ കഴിഞ്ഞു, ഇടയ്ക്കൊരു ബ്രീത്ത് എടുത്തു, അത് കുറേ വിൽക്കേണ്ടി വലിയ വലിയ കമ്പനികളൊക്കെ വിറ്റു. അങ്ങനെയൊക്കെയാണ് ഇത് ഇവിടെ സംഭവിക്കുന്നത്. അതിന് കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഈ വെഡ്ജ് ചുരുങ്ങി ചുരുങ്ങി വന്ന് അതിൻ്റെ ലെവലെത്തുമ്പോൾ അത് മുകളിലേക്ക് പോകണം. പിന്നെ ഈ മുകളിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ വോളിയം ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ കാൻഡിലുകൾ സൃഷ്ടിക്കും. ഇങ്ങനെ വലിയ കാൻഡിലുകൾ സൃഷ്ടിച്ചിട്ട് ഇത് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഈ വെഡ്ജിൻ്റെ അവസ്ഥ കഴിഞ്ഞു, പിന്നെ ബ്രേക്കൗട്ടിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കണം. ഏകദേശം എവിടെയാണ് മുകളിൽ നിന്നത് അതിൽ ട്രേഡ് എടുത്താൽ കുറേ കൂടി കൺഫേം ആയിരിക്കും. എവിടെ നിന്നാണ് താഴോട്ട് വരാൻ തുടങ്ങിയത്, ആദ്യം താഴോട്ട് വരാൻ തുടങ്ങിയ ഏരിയ, അതല്ലെങ്കിൽ ഈ വെഡ്ജിൻ്റെ ലെവല് കഴിയുമ്പോൾ ആദ്യത്തെ തന്നെ, അതായത് നെക്സ്റ്റ് ബിഫോർ തൊട്ട് മുൻപുള്ളതിനെ ക്രോസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോഴും ഒരു കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്രേഡ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് സാധ്യതയുള്ള ട്രേഡുകളാണ്. ഇത്തരം ട്രേഡ് പ്രൈസ് ആക്ഷനൊക്കെ സാധ്യതയുള്ള എഡ്ജസ്റ്റൊക്കെ വളരെ സാധ്യതകളാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളിതിന് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഒരു 4:6% നമ്മൾ ഇത് വെക്കാൻ വിദഗ്ധന്മാർ പറയുന്നത്. അതായത് പ്രോഫിറ്റ് നമുക്കൊരു 6% ആകുമ്പോൾ നമുക്കത് സ്ക്വയർ ഓഫ് ആവണം. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ 6% ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക് കട്ടാവണം. അത് സെറ്റ് സീറോതിലൊക്കെ GTT ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അത് സെറ്റാവും. പിന്നെ ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ഈ ബ്രോക്കേഴ്സും ഇൻട്രാഡേയിൽ കൊടുക്കുന്നുണ്ട്. അത് അന്നന്ന്. അപ്പോൾ എന്താണെന്ന് വിഷയം വെച്ചാൽ നമ്മളെല്ലാ ദിവസവും മാനുവലായിട്ട് ചെയ്ത് വെക്കണം. അത് ഇത്ര % ലാഭത്തിൽ അത് ഓട്ടോമാറ്റിക് വിൽക്കണം, ഇത്ര % നഷ്ടം വന്നാലും അടിച്ചു പോകണം എന്നുള്ളത് എല്ലാ ദിവസവും ചെയ്യണം. സീറോതാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചാൽ അത് GTTയിൽ വെച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഇത്തരം കാര്യങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടതിനെ കുറിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ലോസ് ആണെങ്കിൽ 4%, പ്രോഫിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 6%ആണ് വെക്കേണ്ടത്. ഇങ്ങനെ കുറേ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ലാഭം കിട്ടുക. ട്രേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ ട്രേഡിൽ വലിയ ലാഭം കിട്ടില്ല. അപ്പോൾ ഒരു ആവറേജ് കണ്ടിട്ട് ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 6% ഉള്ള നിങ്ങൾക്ക് 7-8 ഒക്കെ % ആക്കാം. പിന്നെ അത് ഉയർന്ന് പോകണമെങ്കിൽ ഉയർത്തി കൊണ്ടുപോകാം. നമുക്ക് അത് അങ്ങനെ ട്രയൽ ചെയ്തിട്ട് കൊണ്ടുപോകാം, ഉയർത്തി കൊണ്ടുപോകാം. ഈ സ്റ്റോപ്പ് ലോസ് കുറയ്ക്കുക, പിന്നെ അത് അതിൻ്റെ പ്രോഫിറ്റ് കൂട്ടുക, അങ്ങനെ ഉയർത്തി കൊണ്ടുപോകാനൊക്കെ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിതിൽ വേറൊരു ഇതിനെക്കുറിച്ചും ഇതിൻ്റെ നേരെ വിപരീത ദിശയിലുള്ള വേറൊരു സംഗതിയുണ്ട്. അതിന് പറയുന്നത് റൈസിങ് വെഡ്ജാണ്. പേര് പോലല്ല അത്. റൈസിങ് വെഡ്ജ് എന്ന് റൈസിങ് അല്ല, അത് ബെയറിഷ് ആണ്. ഒരു ബെയറിഷ് പ്രൈസ് ആക്ഷനാണത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇത് ബെയറിഷ് ആയതുകൊണ്ട് തന്നെ റൈസിങ് വെഡ്ജ് എന്ന് പറയുമ്പോൾ നേരെ വിപരീതമാണ് ഈ ഫോളിംഗ് വെഡ്ജിൻ്റെ. ഫോളിംഗ് വെഡ്ജ് നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് നമ്മൾ ഒരു സ്റ്റോപ്പ് ഉണ്ടായിട്ട് അതിൽ ആ വെഡ്ജ് രൂപപ്പെട്ട് പിന്നെ വീണ്ടും മുകളിൽ കയറി പോയത്. നേരെ മറിച്ച് ഇത് സിമ്പിളാണ്, അതിൻ്റെ നേരെ വിപരീതമാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുന്ന ഒരു സ്റ്റോക്ക് താഴോട്ട് വന്ന് ഒരു ലെവലിൽ എത്തുമ്പോൾ അത് നിൽക്കും, ഒരു ബ്രീത്ത് എടുക്കും. അപ്പോൾ അത് നിൽക്കുമ്പോൾ അവർ കാൻഡിൽസൊക്കെ ഇങ്ങനെ സ്മോൾ ബോറിങ് കാൻഡിൽസ് വരും. അങ്ങനെ അത് ഏകദേശം ഒന്ന് ചുരുങ്ങും. പിന്നെ അത് തിരിച്ചു പോകുന്ന ഇത്തിരി വലിയ പ്രോഫിറ്റിലേക്ക് പോകുന്ന കാൻഡിലുകൾ കാണിക്കും. അപ്പോൾ നമ്മളത് നഷ്ടത്തിലേക്ക് വരുന്ന കാൻഡിലുകളാണുള്ളതൊരു കണ്ടത്. പിന്നെ പ്രോഫിറ്റിലേക്ക് പോകുന്ന കാൻഡിൽ കാണിക്കും. വീണ്ടും പ്രോഫിറ്റിലേക്ക് പോകുന്ന കാൻഡിലോ അതിലെ ഡോജി കാൻഡിലോ കാണിക്കും. അപ്പോൾ അടുത്തത് വീണ്ടും ഉയർന്നു പോകും. അപ്പോൾ അവർ ഹയർ ഹൈ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത് പോവുക. അത് ഹയർ ഹൈ, അത് പറഞ്ഞ ഹയർ ലോ, ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഈ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അധികം നിൽക്കില്ല. അപ്പോൾ ആദ്യത്തേതിൻ്റെ അത്ര തന്നെ രണ്ടാമത്തെ ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ഹൈ ആണെങ്കിലും ഈ ഹയർ ഹൈ ആണെങ്കിൽ ലോവർ ഹൈ ആണെങ്കിലും അങ്ങനെ ചുരുങ്ങി ഈ രണ്ട് ലൈന് വരച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലൈന് വരച്ചാൽ ഈ ലൈൻ ഇങ്ങനെ ചുരുങ്ങി ഒരു രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിലേക്ക് ഏകദേശം എത്തും. അതിന് മുൻപായിട്ട് മിക്കവാറും ബ്രേക്ക് ഔട്ട് നടക്കും.
അപ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 or 3 ആകുമ്പോഴേക്കും ഇത് ഫസ്റ്റിൽ ആവില്ല, രണ്ടാമത്തേലാവില്ല, മൂന്നാമത്തേൽ മിക്കവാറും ബ്രേക്ക് ഔട്ട് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് കാണുന്നത്, സാധാരണ കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു പ്രൈസേഷൻ സ്ട്രാറ്റജിയാണ്. നമുക്കിത് ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആദ്യം പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പേപ്പർ ട്രേഡ് കുറച്ചെണ്ണം ചെയ്ത് അത് ഫലപ്രദമാകുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ക്യാഷ് വെച്ചിട്ടുള്ള ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാഷ് വെച്ചിട്ട് കുറേശ്ശെ നമുക്ക് ഇത് CNC എടുക്കുന്നതാണ് നല്ലത്. നല്ല സ്റ്റോക്കുകളെ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അത് വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല. വിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇട്ട് കഴിയുമ്പോൾ വില കൂടുമ്പോൾ പിന്നീട് വിൽക്കാം. അതല്ലെങ്കിൽ വില കുറയുന്നുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ട് ബൈ ഓൺ ഡിപ്പ് പ്രകാരം നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അതല്ലെങ്കിൽ കുറഞ്ഞു വരുമ്പോൾ കൂടുതൽ പിരമിഡ് മെത്തേഡിലൂടെയൊക്കെ അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് റൈസിങ് വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അതൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവും. ആ ബ്രേക്ക് ഔട്ടിൻ്റെ ലെവലിൽ നമ്മൾ ആദ്യത്തെ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഇതിൻ്റെ തൊട്ട് മുന്നുണ്ടായിരുന്ന ആ ഒരു ക്യാൻഡിൽ സൃഷ്ടിച്ച ആ ലോ ഉണ്ടല്ലോ, ആ ലോൻ്റെ താഴെ വെച്ചെടുക്കാം. അവിടെ ഏകദേശം ഒരു കൺഫർമേഷനാണ്. ഇനി കൂടുതൽ ലോവിലേക്ക് പോകാൻ കാത്തുന്ന ചിലപ്പോൾ അത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻഡിലിൻ്റെ ഏറ്റവും ചുരുങ്ങി വന്ന ക്യാൻഡിലിൻ്റെ തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ ഏതാണോ അതിൻ്റെ ലോ കണക്കാക്കിയിട്ട് അവിടെ നിന്ന് എടുക്കാം, ആ ലെവലിലെടുക്കാം. അത് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കണം. 4:6, പ്രോഫിറ്റ് 6, ലോസ് ഒരു 4%, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് അടിച്ചു പോയിക്കോളും, പ്രശ്നമില്ല. അതിലൂടെ ലാഭം ഉണ്ടാവും, നല്ലത് തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മുടെ CNC പ്രകാരം നമ്മുടെ ഫണ്ടിൽ കിടന്നാലും കുഴപ്പമില്ല എന്നുള്ള നല്ല സ്റ്റോക്കുകൾ എടുക്കണേ, വിഷയമൊന്നുമില്ല. ഇതൊക്കെയാണ് അതിൽ നമുക്ക് ഫോളിങ് വെഡ്ജ് ആൻഡ് റൈസിങ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ ബെയറിഷാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വെഡ്ജസിനെ കുറിച്ചാണല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഫോളിങ് വെഡ്ജ് എന്ന് പറയുമ്പോൾ അത് ബുള്ളിഷാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പാറ്റേണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെ ഒരു ഹൈ ഉണ്ടാക്കി കുറേ ഹൈയിൽ പോയി. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു തിരിച്ചുവരവിൻ്റെ ഇത് കാണിച്ചു തുടങ്ങി. പക്ഷേ അത് 2 ലൈനിലേക്ക് വന്നിട്ട് ഇതിങ്ങനെ കൂടി വന്ന് ഇങ്ങനെ ചെറുതായി വന്നിട്ട് അതിങ്ങനെ ഒരു ലെവലിലേക്ക് പോവുകയാണ്. ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴേക്കും വീണ്ടും അവിടുന്ന് എന്തുണ്ടായി, ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ട് കയറി പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും. അതാണ് അതിലുള്ള ഒരു സംവിധാനം. അപ്പോൾ അത് പറഞ്ഞതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒരു റേഞ്ചിലെത്തുമ്പോൾ അത് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവും. അതാണ് ഈ ഫാളിംഗ് വെഡ്ജ് അതിൻ്റെ ചാർട്ടാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഒരു വെഡ്ജിൻ്റെ രൂപത്തിൽ കാണിക്കുന്നത് അതിങ്ങനെ. ഇത് ഫാളിംഗ് വെഡ്ജ്. അതിൻ്റെ നേരെ വിപരീതമാണ് നമ്മൾ ഈ ഇത് പറയാൻ പോകുന്നത്, അതായത് റൈസിങ് വെഡ്ജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് റൈസിങ് വെഡ്ജിലേക്ക് വരാം. അതിൻ്റെ ചാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പോൾ റൈസിങ് വെഡ്ജ് എന്താണെന്ന് നോക്കാം. റൈസിങ് വെഡ്ജ് എന്ന് പറയുമ്പോൾ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് വരണം. ഒരു ലെവലിങ്, അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റൈസിങ് വെഡ്ജാണ്. അതായത് കണ്ടിന്യൂവേഷനാണ്. ചാർട്ട് പാറ്റേൺ പ്രൈസ് ആക്ഷൻ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് താഴോട്ട് വന്ന് ആ ഡൗൺ ട്രെൻഡ് സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ്. ആ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് ആ ഒരു ലെവലിലെത്തുമ്പോൾ അതിങ്ങനെ ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് കുറേശ്ശെ പോവും. പക്ഷേ പിന്നെ ഡോജൊക്കെ സൃഷ്ടിക്കാം. പിന്നെ അതിങ്ങനെ ഈ ഒരു വെഡ്ജ് രൂപത്തിലേക്ക് പോവും. ഈ വെഡ്ജ് ഇങ്ങനെ ഇത് റൈസിങ് വെഡ്ജാണ്. ഇങ്ങനെ റൈസ് ചെയ്യുന്ന പോലെയാണ് തോന്നിക്കുക. പക്ഷേ അത് പിന്നീട് ഒരു ലെവലിലെത്തുമ്പോൾ അത് ക്രോസ് ചെയ്ത് വരുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കും. ആ ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കിയിട്ട് വീണ്ടും അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ താഴോട്ട് വരാൻ വേണ്ടി തുടങ്ങും. അതാണ് ഈ റൈസിങ് വെഡ്ജ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പാറ്റേൺ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നും കൂടി അതിൻ്റെ ചാർട്ട് നോക്കാം. അത് ഒരു ലെവലിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫോൾ ചെയ്യാൻ തുടങ്ങും. ആ ഫോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഈ ഫോൾ ചെയ്യാൻ തോന്നുന്ന ആ ലെവലിൽ വന്നിട്ട് നമ്മൾ ട്രേഡ് എടുക്കണം. ട്രേഡ് എടുക്കാമെന്ന് പറയുമ്പോൾ ഇത് ഷോർട്ട് ചെയ്യാണ് വേണ്ടത്. ബെയറിഷാണല്ലോ. ബെയറിഷാകുമ്പോൾ നമുക്ക് വാങ്ങാൻ പാടില്ല. അത് നമുക്കൊക്കെ അറിയാം. അത് നമ്മൾ ഷോർട്ട് സെൽ ചെയ്യണം. ഷോർട്ട് സെൽ ചെയ്തിട്ട്
ഇത് ചെയ്യണം. അതായത് ഒന്നുമില്ല ഓപ്ഷൻ ഷോർട്ട് സെൽ ചെയ്യണം, അതിൽ ഇൻട്രാഡേയിൽ ഷോർട്ട് സെൽ ചെയ്യണം. ഈ ഷോർട്ട് സെൽ ചെയ്തിട്ട് നമുക്ക് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഇനി ഏതെങ്കിലും ഒരു കമ്പനിയുടെ തന്നെ എന്താ നമ്മൾ പറയുന്നത് ഇവരുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്ന് ചോദിക്കാം. ഇത് രണ്ടും നല്ല പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി, നല്ല സാധ്യതയുള്ള സ്ട്രാറ്റജീസാണിത്. ഇത് ഗുണം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ഇതിലേക്ക് പോവാം. ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ചാർട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ചോളമണ്ഡലം ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, ചോല ഫിനാൻസ്. അപ്പോൾ ഇവർ നല്ല സസ്റ്റൈനബിലിറ്റിയിലെ ഒരു കമ്പനിയാണ്, തമിഴ്നാട് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ നമുക്കിതിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സപ്ലൈ സോണാണ് മുകളിൽ കാണുന്നത്. സപ്ലൈ സോൺ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളിതാ ഇവിടെ എത്തുമ്പോൾ അത് അങ്ങനെ ഉയർന്നു വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, ഇത് ഒരു ഹൈറ്റിലേക്ക് പോയി, ഒരു കണ്ടിന്യൂഷൻ. ഈ ഫാളിങ് വെഡ്ജ് എന്ന് പറയുമ്പോൾ വെഡ്ജ് ഫാളിങ്ങിൻ്റെ രൂപത്തിലാണെങ്കിലും ഇത് ഫാളിങ് അല്ല, ഇത് റൈസ് ഉയരുകയാണ് ചെയ്യുക. ഇത് ഉയർന്നു വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് എടുത്തു, കണ്ടിന്യൂഷനാണത്. ഒരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് എടുത്തതിൻ്റെ ശേഷം നമ്മളിവിടെ ഇവിടെ ഡോജ് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട, ഇതെല്ലാം ഇങ്ങനെ താഴോട്ട് ഈ രണ്ട് ലൈൻ ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് അടുത്തടുത്ത് വന്നിട്ട് അതിൻ്റെ ഒരു എൻഡ് എത്തുമ്പോൾ അത് ഉയർന്നു പോകണം. അപ്പോൾ അതിൻ്റെ ഹൈ ആണെങ്കിലും അത് ഒന്നിൻ്റേത് അടുത്ത് താഴോട്ടാണ് വരുന്നത്, പിന്നെ വീണ്ടും താഴോട്ട്. അപ്പോൾ ഹയർ ഒന്നിൻ്റെ താഴോട്ട്, ഹൈ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഹയർ ചെറിയ തോതിൽ ഹൈ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ലോവർ ഹൈ ആണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ലെവലിൽ നമ്മൾ എത്തി. ആ ലെവലിൽ നിന്ന് നമുക്കിതൊരു ബ്രേക്ക് ഔട്ട് എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബ്രേക്ക് ഔട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ട്രേഡ് എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്കതിലൂടെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് 4:6 ഒക്കെ വെച്ചിട്ട് നമുക്കതിൽ ഇത് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ പുരോഗതി ഉണ്ടാവും. അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ നേരെ വിപരീതമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റൈസിങ് വെഡ്ജ് എന്ന് പറഞ്ഞത്. ഇത് ഫാളിങ് വെഡ്ജാണ്. ഫാളിങ് വെഡ്ജ് ബുള്ളിഷാണ്. റൈസിങ് വെഡ്ജ് നേരെ വിപരീതമാണ്, ബെയറിഷാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലൂടെ നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ സംശയങ്ങളുണ്ട് ഇതിൽ വന്നിട്ട് ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കാം. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീനാണ്. സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇതൊക്കെയാണ് നമ്മളുടെ സഹകരണമാണ്. നമുക്ക് കുറേ കൂടി റീച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തൊരു വീഡിയോ വീണ്ടും എത്തുന്നത് വരെ താങ്ക് യു.